ഇൻട്രോ കണ്ടിട്ട് ഞാനതിൽ മെയിൻ ക്യാരക്ടർ വിചാരിക്കണ്ടോ. ഞാൻ ഒരു സൈഡ് റോള് മാത്രമേ ചെയ്യുന്നുള്ളൂ. സൈഡ് റോൾ എന്ന് പറഞ്ഞാൽ ഇത്ര സൈഡാക്കല്ല, കുറച്ചൊന്ന് കയറ്റിപ്പിടി. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. അയാൾ ഇവിടെ വരാൻ കാരണക്കാരെ കുറച്ച് ആൾക്കാർ അവരെ പരിചയപ്പെടുന്നതിന് ഫ്രെയിം ഒരു സുഖമില്ല അല്ലേ? ഫ്രെയിം ആയിട്ട് പിടിക്കാം. ബാ, ഫ്രെയിം എങ്ങനെ? ഓക്കെ അല്ലേ? പാലപ്പുറ ഫാമിലി, ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ മൂത്ത പുത്രി ചമളരി ഒന്ന് സൈഡാക്കാം. അട്ടാറം മക്കൾ ഫാമിലി, വർക്കിച്ച് റോസ്മ ദമ്പതികളുടെ 7ാമത്തെ പുത്രൻ ബെന്നിയെങ്കിൽ, ഞങ്ങളുടെ സ്വന്തം ബെന്നി പാപ്പ. ഇവർ രണ്ടുപേരുടെയും കൊളാബറേഷനുള്ള അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ജെൻസി വൈബ് പിടിച്ചാലോ? ഒരു റീല് കാണാം. എൻ്റെ ഫോണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെയിൻ ക്യാരക്ടർ വന്നെത്തി അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടാലോ? ഓഫ് ടു ദി വീഡിയോ. തന്റെ പ്രൊഫഷന്റെ ഭാഗമായി ഉണ്ണി അങ്ങനെ അയർലൻഡിന്റെ മണ്ണിലേക്ക് യാത്രയായി. നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിക്കുട്ട, കുഞ്ഞിന് പഠിച്ചു, ജോലിയായി, കുഞ്ഞ് ഓക്കെ ആയില്ലേ? ഇനി നമുക്കൊരു കല്യാണമൊക്കെ ആലോചിക്കണ്ടേ? കുഞ്ഞിനൊരു കൂട്ടൊക്കെ വേണ്ടേ? കേട്ടില്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് മെയിൻ ക്യാരക്ടറിന്റെ ഇൻട്രോ. ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ സെക്കൻഡ് മെയിൻ ക്യാരക്ടർ ബൈ പാഷൻ ക്രിക്കറ്റർ ആണെങ്കിലും ബൈ പ്രൊഫഷൻ ആൾ സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തീം വീഡിയോ നമുക്ക് കണ്ടാലോ? കണ്ടിട്ട് വരാം. അങ്ങനെ തന്റെ പ്രൊഫഷൻ പീരീഡ് നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എമിലി മമ്മി എന്ന് പറഞ്ഞു, മോനെ ബെഞ്ചു, നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? വേറെ ഒന്നും നോക്കിയില്ല. അളിയൻ കേട്ടാ മതി, കേൾക്കാതെ മതി, ഏറ്റവും നല്ലൊരു ഫോട്ടോ എടുത്ത് മാട്രിമോണിയിൽ ഒരു പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, പല പല മാച്ചിങ് മിസ് മാച്ചിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 2 പ്രൊഫൈൽ അങ്ങ് മാച്ചായി. അളിയും നോക്കി, നല്ല പെണ്ണ്, UK നേഴ്സ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഹായ് അങ്ങ് കഴിച്ചു. പിന്നെ 2 പേരും ചാറ്റ് ചെയ്തു, 2 പേർക്കും ഓക്കെ. പിന്നെ എന്നാ പറയേണ്ടത്, ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഫാമിലി ഓക്കെ. പിന്നെ അങ്ങനെ അവരുടെ പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങൾ വെറും പെണ്ണുങ്ങളല്ലോ കേട്ടോ, അത് ഒരു ഓൺലൈൻ പെണ്ണുങ്ങളല്ല. ഒന്ന് കണ്ടാലോ? കണ്ടില്ലേ? അവർക്കൊക്കെ. പിന്നെ വീട്ടുകാരൊരു പെണ്ണ് കാണൽ വെച്ചു. വെറും പെണ്ണ് കാണല്ല കേട്ടോ, പെണ്ണില്ല, അത് പെണ്ണ് കാണൽ. കണ്ടിട്ട് വരാം. കണ്ടില്ലേ? അങ്ങനെ 2 ഫാമിലിക്കും ഓക്കെ. അങ്ങനെ ആളെ ഉണ്ണിക്കായി ഉള്ള കാത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ ഉണ്ണി നാട്ടിലേക്ക് വന്നു. വെറും വരവല്ല കേട്ടോ, അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ, നേരിട്ടുള്ള കണ്ടുമുട്ടൽ. അത് കണ്ടാലോ? കണ്ടില്ലേ? കല്യാണം അങ്ങ് കൊഴുത്തു. പിന്നെ പറയണ്ടല്ലോ, ഡ്രസ്സ് എടുക്കലേ, ഡാൻസ് കൊടുത്ത് മൊത്തം അങ്ങ് ബിസിയായി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ജനുവരി 22, ഉണ്ണിയുടെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്ന്. അങ്ങനെ അവരവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കോള് വന്നു. അതൊരു വീഡിയോ കോള്, ഉണ്ണിച്ചേച്ചിൽ നിന്ന് വന്ന മെസ്സേജ് ഹാപ്പി ആണെങ്കിലും അതിൽ പൊസിഷൻ കിട്ടിയപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. വേറെ ഒന്നുമില്ല കേട്ടോ, ഞാനൊരു അങ്കിളാകുമ്പോഴാണ് സത്യം. ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ കഥയിലെ ഒരു നായികയാണെന്നും, അതൊരു കുട്ടി നായിക.
അപ്പൊ ഈ കുട്ടി നായികയുടെ ഒരു ലൈഫ് സ്റ്റോറി നമുക്ക് വീഡിയോയിൽ കണ്ടാലോ. വാ 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 വളമായി ഞാൻ മാറിയിടാം പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ വാനോളം വളര് വാനില ചെടിയേ വാനോളം വളര് മണ്ണിലേറും വരടുമ്പോ കിരണങ്ങൾ കണ്ണിൽ നീറുമ്പോ കൈകാൽ നീണ്ടു വളരുമ്പോ കാലം കുത്തനെ നീങ്ങുമ്പോ മയ്യൽ വരാതിന്നാൾ പകതിൽ മരിവെയിലും തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ വാനില ചെടിയേ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ഇസാപ്പിയുടെ ഒരു വർഷത്തെ ജേണി. അപ്പോൾ ഇസാപ്പിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള ജന്മദിനാശംസകൾ നേരുന്നു.